Dear students, in the previous class, we discussed on the various policy conditions that are applicable to life insurance policies. Today, we will elaborate on few other provisions that are related to life insurance policies. Let us first look into the process of life insurance policies. So, the three aspects of life insurance process include submission of insurance application, nomination, and finally acceptance of proposal. So these are the three processes that are involved in formulating a life insurance policy. The first one is the submission of insurance application form. So after selecting a particular life insurance company, the customer will have to fill in an application form or proposal form with his choice of particular life insurance product. In most insurance transactions, there is usually an intermediary or an agent. It can be an individual or an insurance broker or corporate entity. So the customer, whom we can refer as proposer, has to get all material information related to that particular life insurance product, the premium amount, the terms and conditions of the policy, the tenure of the policy, what are the scope of exclusions and inclusions included in the policy, and all other related information. The proposer will have to fill in all the necessary details as directed by the insurance agent in the proposal form, and he has to disclose all material information about the risk he wants to cover. അപ്പോൾ നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് പ്രോസസ്സ് വരുന്ന മേജറായിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് ഇൻഷുറൻസിൻ്റെ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു ഏജൻറ്റ് ഈ ഇൻഷുറൻസ് പോളിസിയുടെ പ്രോസസ്സുമായി കണക്ട് ചെയ്ത് ഒരു ഏജൻറ്റ് പ്രസൻ്റ് ആണ്. ആ ഏജൻ്റ് എന്ന് പറയുന്നൊരു വ്യക്തിയോ അതല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ബ്രോക്കറോ അതല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയോ ആവാം. അപ്പോൾ ഈ ഏജൻ്റാണ് ഈ ഇൻഷുറൻസ് പോളിസി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സുഗമമായി ചെയ്യുന്നത്. അപ്പോൾ പ്രപ്പോസർ, അതായത് കസ്റ്റമർ, അദ്ദേഹത്തിന് വേണ്ടത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ഏത് പ്രോഡക്റ്റാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയതിന് ശേഷമാണ് ഇൻഷുറൻസ് ഏജൻറ്റ് വഴി ആ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രപ്പോസൽ ഫോം പൂരിപ്പിക്കുന്നത്. ആ പ്രപ്പോസൽ ഫോമിൽ പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്തിൽ പറയുന്ന പോലെ എല്ലാ മെറ്റീരിയൽ ഇൻഫർമേഷനും അദ്ദേഹം ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഡിസ്ക്ലോസ് ചെയ്തതിന് ശേഷമാണ് പ്രപ്പോസൽ ഫോമിൽ ഇദ്ദേഹം സൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീമിയം എമൗണ്ടിൻ്റെ കാര്യത്തിലും സം അഷ്വേർഡിൻ്റെ കാര്യത്തിലും ആ പോളിസിയുടെ കവറേജിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്താത്തത്, എക്സ്ക്ലൂഷൻസ് ഏതൊക്കെയാണ് തുടങ്ങിയവയെപ്പറ്റി വ്യക്തമായി ഒരു ധാരണ ഉണ്ടായതിനു ശേഷം മാത്രമേ ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രപ്പോസൽ ഫോം കസ്റ്റമർ അല്ലെങ്കിൽ പ്രപ്പോസർ സൈൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ളത് ഈ ഇൻഷുറൻസ് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് വരുന്ന സ്റ്റെപ്പാണ് നോമിനേഷൻ. സോ ദ പ്രപ്പോസർ മേ സ്പെസിഫൈ എ നോമിനി or nominees at the time of submitting the insurance proposal on his own life. Even after the issue of policy, nomination can be made through proper intimation to the insurance company. അപ്പോൾ സാധാരണയായിട്ട് ഈ നോമിനേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത് പ്രപ്പോസൽ ഫോം സബ്മിറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ
പ്രപ്പോസർ അഥവാ കസ്റ്റമർ അദ്ദേഹത്തിൻ്റെ നോമിനിയായിട്ട് അല്ലെങ്കിൽ നോമിനീസായിട്ട് വേണ്ടത് ആര് ആണ് എന്നുള്ളത് വളരെ വ്യക്തമായി മെൻഷൻ ചെയ്തിട്ടാണ് ഈ പ്രപ്പോസൽ ഫോം ഏജൻറ്റ് വഴി ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറുന്നത്. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പ്രപ്പോസൽ ഫോം കൊടുക്കുന്ന സമയത്ത് നോമിനിയെ ചേർക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ പോളിസി കാലാവധി തീരുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും നോമിനിയെ ആഡ് ചെയ്യാവുന്നതാണ്. അത് ഇൻഷുറൻസ് കമ്പനിയായിട്ടുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ മാത്രം മതി. സാധാരണഗതിയിൽ നമ്മൾ നോമിനീസായിട്ട് വെക്കുന്നത് ആരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയായിരിക്കും? നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് റിലേഷൻ ഉള്ളവർ, അങ്ങനെയുള്ളവരെയാണ് സാധാരണ നമ്മൾ നോമിനീസായിട്ട് വെക്കുന്നത്. കാരണം അവർക്ക് നമ്മളുടെ ലൈഫിൽ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട്, ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ നോമിനീസായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ദിസ് പ്രോസസ് വിൽ കം ടു അൻ എൻഡ് only through the acceptance of proposal. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് പ്രോസസ്സ് അതിൻ്റെ മൂന്നാമത്തെ എലമെൻ്റ് എന്ന് പറയുമ്പോൾ അത് പ്രപ്പോസലിൻ്റെ അക്സെപ്റ്റൻസ് ആണ്. ഈ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ആരുടെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്? ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമ്മൾ കസ്റ്റമർ എന്ന നിലയ്ക്ക് നമ്മൾ ഈ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഒരു റെസ്പോൺസ് കിട്ടണം. നോർമലി നമ്മളതിന് പറയുന്ന ടൈം പീരീഡ് 15 ദിവസമാണ്, 15 days. ഇനി 15 ദിവസത്തിനകം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും യാതൊരു തരത്തിലുള്ള റെസ്പോൺസും വരുന്നില്ല എങ്കിൽ അതായത് പ്രപ്പോസർ അല്ലെങ്കിൽ കസ്റ്റമർ കമ്പനിയെ നേരിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപാധി വഴി കോൺടാക്റ്റ് ചെയ്യണം. അപ്പോഴായിരിക്കും കമ്പനി പറയുന്നത് നിങ്ങൾ ചില അഡീഷണൽ ഡോക്യുമെൻസും കൂടി ഞങ്ങൾക്ക് തരേണ്ടി വരും. അപ്പോൾ കമ്പനി ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു പക്ഷേ ID പ്രൂഫ് നമ്മൾ കൊടുത്തതിനകത്ത് അഡ്രസ്സ് ഇല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ പാൻ കാർഡാണ് ID പ്രൂഫായിട്ട് കൊടുത്തതെങ്കിൽ നിങ്ങൾക്കറിയാം പാൻ കാർഡിൽ ആ വ്യക്തിയുടെ അഡ്രസ്സ് ഉണ്ടാവത്തില്ല. ഡേറ്റ് ഓഫ് ബർത്തും പേരും തുടങ്ങിയ ഇൻഫർമേഷനേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പെർമനൻ്റ് അഡ്രസ്സ് പാൻ കാർഡിലില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് മറ്റൊരു ഡോക്യുമെൻ്റ് അവർ ചിലപ്പോൾ ആവശ്യപ്പെട്ടു എന്ന് വരാം. അപ്പോൾ അങ്ങനെ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ if it is asked by the company, the proposer have to submit the same. അത് സബ്മിറ്റ് ചെയ്യാനുള്ള ബാധ്യത പ്രപ്പോസറിനുണ്ട്. ഇനി നമ്മൾ കൊടുത്ത പ്രപ്പോസൽ ഇൻഷുറൻസ് കമ്പനി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു റീസണബിൾ ടൈമിനുള്ളിൽ തന്നെ ഈ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും അവർ നമുക്ക് നൽകണം. പോളിസി ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമ്മളത് കൃത്യമായി വിലയിരുത്തും, ഇവാലുവേറ്റ് ചെയ്യും. നമ്മളത് പഠിച്ചതിന് ശേഷം നമ്മളോട് ഇൻഷുറൻസ് ഏജൻറ്റ് പറഞ്ഞ അതേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തന്നെയല്ലേ ഈ പോളിസി ഡോക്യുമെൻറ്റിലുള്ളത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യും. അങ്ങനെ വിശകലനം ചെയ്തിട്ട് എല്ലാം ഉറപ്പാണ്, കറക്റ്റാണ് എന്ന് തോന്നിയാൽ മാത്രമാണ് നമ്മൾ ഈ ഇൻഷുറൻസ് കമ്പനിയുടെ ഈ പർട്ടിക്കുലർ ഇൻഷുറൻസ് പോളിസിയുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഏതെങ്കിലും കാരണവശാൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഡിഫറൻ്റ് ആണ്, നിങ്ങളോട് പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് പോളിസി ഡോക്യുമെൻറ്റിൽ വരുന്നത് എങ്കിൽ ആ പോളിസി ക്യാൻസൽ ചെയ്യാനുള്ള എല്ലാ റൈറ്റും പ്രപ്പോസറിന് ഉണ്ട്. അത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അത് 15 ദിവസത്തിനകം പോളിസി ഡോക്യുമെൻ്റ് അദ്ദേഹത്തിന് കിട്ടി 15 ദിവസത്തിനകം അദ്ദേഹം ആ ക്യാൻസലേഷൻ്റെ നടപടികൾ കമ്പനിയെ അറിയിക്കേണ്ടതാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പ്രപ്പോസലിൻ്റെ ഒപ്പം തന്നെ ആദ്യത്തെ പ്രീമിയത്തിൻ്റെ തുക അടയ്ക്കേണ്ടതാണ്. ആ അടച്ച തുക റീഫണ്ടായിട്ട് ഇദ്ദേഹത്തിന് കിട്ടുന്നതുമാണ്. സോ ദീസ് ആർ ദ 3 എലമെൻറ്റ്സ് ഇൻ ലൈഫ് ഇൻഷുറൻസ് പ്രോസസ്സ്. ഇനി ലൈഫ് ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ ഒരു പോയിൻ്റാണ് അസൈൻമെൻറ്റ് എന്നുള്ളത്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇവിടെ കൂടുതലായിട്ട് ഡീൽ ചെയ്യുന്നത്. അസൈൻമെൻറ്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി. ഇതൊരു ലീഗലായിട്ടുള്ള ഒരു ടേമാണ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ് ഓഫ് എ ലൈഫ് ഇൻഷുറൻസ് പോളിസി മീൻസ് ലീഗൽ ട്രാൻസ്ഫറൻസ്. അതായത് ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് റൈറ്റ്സ് ഇൻ എ ലൈഫ് ഇൻഷുറൻസ് പോളിസി by the policy holder to
അനദർ പേഴ്സൺ. അപ്പോൾ ലീഗലായിട്ട് ലൈഫ് ഇൻഷുറൻസ് പോളിസി ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അസൈൻമെൻറ്റ് ഓഫ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലീഗലാണ്. ഇവിടെ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിനുള്ള പോളിസിയിലെ എല്ലാ റൈറ്റും അദ്ദേഹം മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ലീഗലായിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ അസൈൻമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് വ്യക്തികൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അസൈനർ എന്ന് പറയുന്ന വ്യക്തിയാണ് പോളിസി ഹോൾഡർ, അതായത് ആദ്യമായിട്ട് പോളിസി എടുത്തിരിക്കുന്ന വ്യക്തിയാണ് ഈ അസൈനർ. അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ റൈറ്റും മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫറൻസ് വഴി ഈ റൈറ്റ് കിട്ടുന്നയാളാണ് അസൈനി. അതല്ലെങ്കിൽ അസൈനിക്കാണ് ഈ പറയുന്ന അസൈൻമെൻറ്റിലൂടെ ഒരു പോളിസിയിൽ ഉള്ള എല്ലാ റൈറ്റും ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നത്. അങ്ങനെ ഈ രണ്ട് വ്യക്തികളാണ് അസൈൻമെൻറ്റ് ഓഫ് ഇൻഷുറൻസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, നമ്മൾ അസൈനറുടെ ഭാഗത്തു നിന്നും എല്ലാ റൈറ്റും അസൈനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് അവിടെ ഒരു റോളുമില്ല. ആ ഇൻഷുറൻസ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അസൈനർക്ക് മറ്റൊരു റൈറ്റും അവിടെ നിലനിൽക്കുന്നില്ല. കാരണം ഇനി മുതൽ അസൈനിയാണ് ആ പോളിസിയുടെ ഓണറായിട്ട് വരുന്നത്. അപ്പോൾ വൺസ് ദ റൈറ്റ്സ് ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ് ടു ദി അസൈനി, ദ റൈറ്റ്സ് ഓഫ് ദി അസൈനർ സ്റ്റാൻഡ്സ് ക്യാൻസൽഡ്. കാരണം ഒരേ പോളിസിയിൽ രണ്ടു പേർക്ക് ഒരേ അധികാരം വരില്ലല്ലോ, അല്ലേ? നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഡെമോക്രസി ആയതുകൊണ്ട് തന്നെ ചീഫ് മിനിസ്റ്ററായിട്ട് ഒരാളെ നമ്മൾ എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് രണ്ട് ചീഫ് മിനിസ്റ്റേഴ്സ് ഇല്ല, ഒരു ചീഫ് മിനിസ്റ്ററേ ഉള്ളൂ, അല്ലേ? ഏറ്റവും കൂടുതൽ മെജോറിറ്റി കിട്ടുന്ന പാർട്ടിയിൽ നിന്നും അവരുടെ എം എൽ എമാരെ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് ചീഫ് മിനിസ്റ്ററായിട്ട് ആ നാടിനെ ഭരിക്കുന്നത്. അതല്ലാതെ നമുക്ക് ഒരു പാർട്ടിയിൽ നിന്നും ഒരു ചീഫ് മിനിസ്റ്ററും മറ്റൊരു പാർട്ടിയിൽ നിന്നും മറ്റൊരു ചീഫ് മിനിസ്റ്ററും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ വൺസ് ദി അസൈനർ ട്രാൻസ്ഫേഴ്സ് ഓൾ ഹിസ് റൈറ്റ്സ്, he will not have any more right, or all his rights are cancelled, and the assignee will become the owner of the policy. ഇനി ഈ അസൈൻമെൻറ്റ് രണ്ട് തരത്തിലാണ് ഉള്ളത്, ടൈപ്സ് ഓഫ് അസൈൻമെൻറ്റ്. ഒന്ന് അബ്സല്യൂട്ട് അസൈൻമെൻറ്റും മറ്റൊന്ന് കണ്ടീഷണൽ അസൈൻമെൻറ്റ്. ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഈ അസൈൻമെൻറ്റ് വരുന്നത്. നമ്മൾ ഈ രണ്ട് തരത്തിലുള്ള അസൈൻമെൻറ്റിനെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാമത്തേത് അബ്സല്യൂട്ട് അസൈൻമെൻറ്റ്. Absolute assignment means that all the rights, title and interest of assigner in the policy is transferred to the assignee without reversion to the former. അതായത് അബ്സല്യൂട്ട് അസൈൻമെൻറ്റിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഇൻഷുറൻസ് പോളിസിയിലുള്ള എല്ലാ തരത്തിലുള്ള റൈറ്റും അതിൻ്റെ ഓണർഷിപ്പും ടൈറ്റിലും ഇൻട്രസ്റ്റും എല്ലാം അസൈനർ അസൈനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. യാതൊരു കാരണവശാലും ഇത് തിരിച്ച് അസൈനർക്ക് എടുക്കാൻ സാധിക്കുകയില്ല. അതായത് റിവേഴ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. വൺസ് ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫോർ എവർ. അതൊരിക്കൽ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാ കാലത്തും അത് അസൈനിയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. എല്ലാ റൈറ്റ്സും അസൈനിക്ക് മാത്രമാണുള്ളത്. അസൈനർക്ക് യാതൊരു തരത്തിലുള്ള റൈറ്റ്സും ഇനി ആ ഇൻഷുറൻസ് പോളിസിയിൽ ഉണ്ടാവുന്നതല്ല. സോ ഇൻ ആൻ അബ്സല്യൂട്ട് അസൈൻമെൻറ്റ് ദ പോളിസി റെസ്റ്റ് അബ്സല്യൂട്ട്ലി വിത്ത് ദി അസൈനി. അപ്പോൾ ഇനി മുതൽ ആ അസൈൻമെൻറ്റിൽ അസൈനിക്ക് മാത്രമേ റോളുള്ളൂ. അസൈനർ യാതൊരു തരത്തിലുള്ള റോളും അസൈനർക്ക് ഇനിമേൽ ഉണ്ടാവത്തില്ല. അതുപോലെ പോളിസി തിരിച്ച് അസൈനറിലേക്ക് കൊണ്ടുവരുവാനും അദ്ദേഹത്തിന് സാധിക്കില്ല. അപ്പം നമുക്ക് എക്സും വൈയും രണ്ട് പാർട്ടീസാണ്. എക്സ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പോളിസി വൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇനി മുതൽ എക്സിന് ആ പോളിസിയിൽ മേൽ യാതൊരു തരത്തിലുള്ള റൈറ്റും ടൈറ്റിലും ഉണ്ടാവുന്നതല്ല. അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും എൻജോയ് ചെയ്യാൻ പോകുന്നത് ഇനി മുതൽ വൈ ആണ്. സോ മിസ്റ്റർ വൈ ബിക്കംസ് ദി അബ്സല്യൂട്ട് ഓണർ ഓഫ് ദി പോളിസി. ഇതാണ് അബ്സല്യൂട്ട് അസൈൻമെൻറ്റിൽ സംഭവിക്കുന്നത്. ദർ ഈസ് നോ ഓപ്ഷൻ ടു റിവേഴ്സ് ഇറ്റ് ടു ദി അസൈനർ.
അസൈനറിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഓപ്ഷൻ അബ്സല്യൂട്ട് അസൈൻമെൻറ്റിൽ ഇല്ല. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നതാണ് കണ്ടീഷണൽ അസൈൻമെൻറ്റ്. Conditional assignment means that all the rights, title and interest of assigner in the policy are transferred to the assignee subject to certain conditions. അപ്പോൾ ഇവിടെ കണ്ടീഷണൽ അസൈൻമെൻ്റ് ആണ്, പേരിൽ തന്നെയുണ്ട് കണ്ടീഷണൽ. അതായത് ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന സാഹചര്യത്തിലാണ് അസൈനിയിലേക്ക് ഈ പോളിസി ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രത്യേകതരമായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഈ അസൈൻമെൻറ്റിൻ്റെ പ്രോസസ്സ് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ അസൈനിക്ക് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പോളിസി ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം ഒരു കണ്ടീഷൻ കൂടി വെക്കുകയാണ്. ഇൻ കേസ് ഈ അസൈനർ മരിക്കുന്നതിന് മുമ്പ് മരിക്കുകയാണെങ്കിൽ ഈ പോളിസി തിരിച്ച് അസൈനറിലേക്ക് തന്നെ എത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന അസൈൻമെൻറ്റിനെയാണ് നമ്മൾ കണ്ടീഷണൽ അസൈൻമെൻറ്റ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോമിനേഷൻ എന്നുള്ള ഒരു ഫീച്ചറാണ് ലൈഫ് ഇൻഷുറൻസ് പോളിസിയിലേത്. ഇത് നമ്മൾ മുമ്പ് ഫീച്ചേഴ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. നോമിനേഷൻ എന്താണെന്നുള്ളത് നിലവിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയുകയും ചെയ്യാം. Nomination is a right conferred by Section 39 of the Insurance Act 1938 on the holder of a policy on his own life to appoint a person or persons to receive the sum assured in the event of death of the policy holder or the policy becoming a claim. ഇപ്പോൾ നോമിനേഷൻ ഓഫ് എ ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ അടങ്ങുന്നതാണ്. ഇത് പോളിസി ഹോൾഡറിന് കിട്ടുന്ന ഒരു റൈറ്റാണ് ഇൻഷുറൻസ് ആക്ട് 1938 പ്രകാരം. ഈ റൈറ്റിൽ അദ്ദേഹം എക്സസൈസ് ചെയ്യുന്ന കാര്യം എന്താണ്? ടു അപ്പോയിൻറ്റ് എ പേഴ്സൺ ഓർ പേഴ്സൺസ്, ഒന്നോ ഒന്നിലധികം വ്യക്തികളെ നോമിനീസായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഇൻ ദി ഇവൻറ്റ് ഓഫ് ഡെത്ത് ഓഫ് ദി പോളിസി ഹോൾഡർ ദേ വിൽ റിസീവ് ദി സം അഷ്വേർഡ്. പോളിസി ഹോൾഡർ മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ നോമിനീസ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ആ ഇൻഷുറൻസ് പോളിസിയുടെ സം അഷ്വേർഡ് ആയിട്ടുള്ള എമൗണ്ട് ലഭിക്കുകയാണ്. ലീഗലായിട്ട് തന്നെ അവർക്ക് ലഭിക്കുന്നു. അപ്പോൾ ഈ ഹോൾഡർ ഓഫ് എ പോളിസി എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രപ്പോസർ ആവാം, അല്ലെങ്കിൽ ഇൻഷുവേർഡ് ആവാം, അല്ലെങ്കിൽ അബ്സല്യൂട്ട് ആയിട്ടുള്ള അസൈനി ആവാം. കാരണം അവർക്കാണല്ലോ ആ പോളിസിയിന്മേലുള്ള റൈറ്റും ടൈറ്റിലും ഇൻട്രസ്റ്റും ഉള്ളത്. ദ പേഴ്സൺ ഹു ഈസ് നോമിനേറ്റഡ് ഇൻ ദ പോളിസി ഈസ് കോൾഡ് നോമിനി. ഈ നോമിനേഷൻ ഫെസിലിറ്റി ഉപയോഗിക്കുമ്പോൾ പോളിസി ഹോൾഡർ നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തിയെയാണ് നമ്മൾ നോമിനി അല്ലെങ്കിൽ നോമിനീസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു സാധാരണഗതിയിൽ ഈ നോമിനേഷനിൽ ഒരു ആളെ ചൂസ് ചെയ്യുന്നത് പ്രപ്പോസൽ ഫോമിൻ്റെ അല്ലെങ്കിൽ ഇൻഷുറൻസ് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്ന സമയത്ത് തന്നെ ചൂസ് ചെയ്യാറുണ്ട് അല്ലേ? നമ്മളത് പറഞ്ഞു. പ്രപ്പോസർ അപ്പോയിൻറ്റ്സ് ദി നോമിനി ഓർ സജസ്റ്റ് ദി നോമിനി അറ്റ് ദി ടൈം ഓഫ് സബ്മിറ്റിംഗ് ദി പ്രപ്പോസൽ ഫോം. ഇനി ആഫ്റ്റർ ദി ഇഷ്യൂ ഓഫ് പോളിസി nomination can be made only by an endorsement on the back of the policy itself, and such a nomination is required to be intimated to the insurance company and registered in the records. അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് പോളിസി പ്രപ്പോസൽ ഫോം കൊടുക്കുന്ന സമയത്ത് നോമിനീസിനെ വെച്ചിട്ടില്ല.
പിന്നീട് വെക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ പോളിസി ഇഷ്യൂ ചെയ്തതിന് ശേഷം നോമിനേഷൻ നമുക്ക് നടത്തണമെങ്കിൽ ഒന്നെങ്കിൽ അത് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യണം. നമ്മൾ എൻഡോഴ്സ്മെൻറ്റ് എന്താണെന്നുള്ളത് ചെക്ക് എന്നുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചതാണ്. അതായത് പോളിസി ഫോമിൻ്റെ ബാക്കിൽ നമ്മൾ എൻഡോഴ്സ് ചെയ്യാം. ആ എൻഡോഴ്സ് ചെയ്തതിൻ്റെ ഇൻറ്റിമേഷൻ ഇൻഷുറൻസ് കമ്പനി നമ്മൾ അറിയിക്കേണ്ടതുമാണ്. ഇനി ഈ നോമിനേഷൻ ഓൾട്ടർ ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ ഉള്ള പോസിബിലിറ്റി ഉണ്ടോ? നോമിനേഷൻ ക്യാൻ ബി ക്യാൻസൽഡ് ഓർ ഓൾട്ടേർഡ് അറ്റ് ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഇൻഷുർഡ്. പോളിസി ഹോൾഡറിൻ്റെ താല്പര്യമനുസരിച്ച് ഈ നോമിനേഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നോമിനീസിൻ്റെ പേര് മാറ്റാവുന്നതോ അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതോ ആണ്. ഇതിനെന്താണ് ചെയ്യേണ്ടത്? ദിസ് ക്യാൻ ബി ഡൺ ബൈ ഫില്ലിംഗ് എ നോട്ടീസ് ഓഫ് ചേഞ്ച് ഓഫ് നോമിനേഷൻ ടു ദി ഇൻഷുറൻസ് കമ്പനി ആൻഡ് ഗെറ്റ് ദി നെയിം ഓഫ് ദ ന്യൂ നോമിനി രജിസ്റ്റേർഡ് ഇൻ ദി റെക്കോർഡ്സ് ഓഫ് ദി ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ നമ്മളൊരു നോട്ടീസ് ഓഫ് ചേഞ്ച് പ്രിപ്പയർ ചെയ്തിട്ട് ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുകയാണ്, പുതിയ നോമിനിയായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഇന്നയാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയെ നമ്മൾ നോട്ടിഫൈ ചെയ്യുന്നു. അതനുസരിച്ചിട്ട് അവരുടെ റെക്കോർഡ്സിൽ അവർ പുതിയ നോമിനിയെ ആഡ് ചെയ്യുന്നു, പഴയത് റിമൂവ് ചെയ്യുന്നു. ഇനി നമ്മൾ നോമിനിയായിട്ട് വെക്കുന്നയാൾ മൈനർ ആണെങ്കിൽ ആൻ അപ്പോയിൻറ്റി, അതായത് ഒരു മേജർ പേഴ്സണെ കൂടി, മേജർ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഹി വിൽ ബി നോർമലി അദ്ദേഹത്തിൻ്റെ ഗാർഡിയനായിട്ട് വരാം, ഗാർഡിയൻ അല്ലാതെയും വരാം. അപ്പോൾ ആ അപ്പോയിൻ്റി ആയിട്ട് വെക്കുന്ന വ്യക്തിയായിരിക്കും മൈനർ ആകുന്ന സാഹചര്യത്തിൽ ഇൻഷുറൻസ് പോളിസി കിട്ടുമ്പോൾ ഈ എമൗണ്ട്, ഇൻഷുറൻസ് എമൗണ്ട് റിസീവ് ചെയ്യുന്നത്. കാരണം ആ നോമിനി മൈനർ ആയതുകൊണ്ട് ആ മൈനർക്ക് ഈ ഇൻഷുറൻസ് പോളിസിയുടെ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ ട്രാൻസാക്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുള്ളതുകൊണ്ടാണ് ഈ മൈനറിൻ്റെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഗാർഡിയനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോ ആവാം, അപ്പോയിൻറ്റി എന്നാണ് നമ്മൾ അദ്ദേഹത്തിനെ പറയുന്നത്. സോ ദ അപ്പോയിൻറ്റി വിൽ റിസീവ് ദി പോളിസി എമൗണ്ട് ഇൻ ദി ഇവൻറ്റ് ഓഫ് ഡെത്ത് ഓഫ് ദി ലൈഫ് അഷ്വേർഡ്. ഇനി ഒന്നിലധികം നോമിനീസ് വരുന്ന സാഹചര്യമാണെങ്കിൽ ദ പോളിസി എമൗണ്ട് വിൽ ബി പേയബിൾ ടു ദം ജോയിൻ്റ്ലി ഓർ ടു ദി സർവൈവേഴ്സ്. ആ പേയ്മെൻറ്റ് ജോയിൻ്റ് ആയിട്ടായിരിക്കും നടത്തുന്നത്. ഇത്രയുമാണ് നമ്മൾ നോമിനേഷൻ ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് പഠിച്ചിരിക്കുന്നത്. അടുത്തത് അസൈൻമെൻറ്റും നോമിനേഷനും തമ്മിലുള്ള ചില ഡിഫറൻസസ് ആണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ഡിഫറൻസസ് ആണ്. ആദ്യം നമ്മൾ അസൈൻമെൻറ്റിനെ പറ്റി പറയുന്നു, അതിനുശേഷം നോമിനേഷനെ പറ്റി. പർപ്പസ്. അസൈൻമെൻറ്റിൻ്റെ പർപ്പസ് എന്താണ്? ഇറ്റ് ഈസ് ടു ട്രാൻസ്ഫർ ഓൾ ദി റൈറ്റ്സ്, ടൈറ്റിൽ ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ദി പോളിസി ഇൻ ഫേവർ ഓഫ് അൻ അസൈനി. അസൈനറിൽ നിന്നും അസൈനിയിലേക്ക് നമ്മൾ എല്ലാ തരത്തിലുള്ള റൈറ്റും ടൈറ്റിലും ഇൻട്രസ്റ്റും ട്രാൻസ്ഫർ ചെയ്യുന്നു. നോമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമാണ്? To provide a facility to the nominee to recover the sum assured when the policy matures for payment after the death of the assured. അപ്പോൾ അഷ്വേർഡ് അല്ലെങ്കിൽ ഇൻഷുവേർഡ് ആയിട്ടുള്ള വ്യക്തി മരിക്കുന്ന സാഹചര്യത്തിൽ ഈ പോളിസി എമൗണ്ട് കിട്ടാൻ അർഹതയുള്ള വ്യക്തിയാണ് നമ്മൾ നോമിനേഷൻ ഫെസിലിറ്റിയിലൂടെ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിനായിരിക്കും സം അഷ്വേർഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് പോളിസിയുടെ തുക കിട്ടുന്നത്. ഇഫക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഇഫക്റ്റ്. ഇതിൻ്റെ ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ അസൈൻമെൻറ്റിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇനി മുതൽ എല്ലാ റൈറ്റ്സും ആർക്കാണ്? അസൈനിക്കാണ്. അതുകൊണ്ട് തന്നെ അസൈനി ബിക്കംസ് ദി ഓണർ. നോമിനേഷനിലാണെങ്കിൽ നോമിനേഷൻ will give an opportunity for the nominee to get a considerable interest in the policy. കാരണം നമുക്കറിയാം നോമിനിക്ക് ഇൻഷുവേർഡ് ജീവനോടെ ഉള്ളിടത്തോളം കാലം യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റും കിട്ടുന്നില്ല.
പോളിസിയുടെ കാലാവധിക്കിടയിൽ ഇൻഷുവേർഡ് മരിക്കുമ്പോൾ മാത്രമാണ് നോമിനിക്ക് അദ്ദേഹത്തിൻ്റെ സർവൈവിങ് ബെനിഫിറ്റ്സ് കിട്ടുന്നത്. സോ ആ ഒരു ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റ് മാത്രമേ നോമിനിക്ക് ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ ഉള്ളൂ. അസൈനി എന്ന് പറയുമ്പോൾ അദ്ദേഹമാണ് പിന്നീട് അങ്ങോട്ടുള്ള പോളിസിയുടെ ഓണർ. അപ്പോൾ എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. കമ്മിങ് ടു ദി മോഡ് ഓഫ് ഓപ്പറേഷൻ. അസൈൻമെൻറ്റ് നമ്മൾ നടത്തുന്നത് ഒന്നെങ്കിൽ എൻഡോഴ്സ്മെൻറ്റ് വഴി, അതല്ലെങ്കിൽ ബൈ ദി എക്സിക്യൂഷൻ ഓഫ് എ സെപ്പറേറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ്. റൈറ്റിങ്ങിലുള്ളൊരു സെപ്പറേറ്റ് ഇൻസ്ട്രുമെൻറ്റ് വഴിയാണ് നമ്മൾ അസൈൻമെൻറ്റ് നടത്തുന്നത്. നോമിനേഷൻ എന്ന് പറയുന്നത് we just have to mention the name of the nominee in the policy or by endorsement of the policy. സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഡീഡ് നമുക്ക് ചെയ്യാൻ നോമിനേഷൻ സാധിക്കുകയില്ല. പോളിസി ഫോമിൽ ആണ് നമ്മളതിൻ്റെ നോമിനിയുടെ പേര് മെൻഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എൻഡോഴ്സ് ചെയ്യുന്നത്. റൈറ്റ് ഓഫ് ഡിസ്പോസൽ. അസൈൻമെൻറ്റിൽ അസൈനി ഹാസ് ദി റൈറ്റ് ടു ഡിസ്പോസ് ദ പോളിസി ഇൻ എനി വേ ഹീ ലൈക്സ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും ഈ പോളിസി അദ്ദേഹത്തിന് ഡിസ്പോസ് ചെയ്യാം. കാരണം എല്ലാ റൈറ്റും അദ്ദേഹത്തിനാണ്. അദ്ദേഹമാണ് ആ പോളിസിയുടെ ഓണർ. നോമിനിക്ക് റൈറ്റ്സ് കിട്ടുന്ന എപ്പോൾ മാത്രമാണ്? ഇൻഷുവേർഡ് മരിച്ചതിന് ശേഷം മാത്രമാണ്. നോമിനി ഗെറ്റ്സ് ദ റൈറ്റ് ഓൺലി ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ദി ഇൻഷുവേർഡ്. റിവോക്കബിലിറ്റി, അതായത് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് റിവോക്കബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസൈൻമെൻറ്റിൽ നമ്മൾ പറഞ്ഞു കണ്ടീഷണൽ അസൈൻമെൻറ്റിൽ മാത്രമേ നമുക്ക് റിവോക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളൂ. റിവേഴ്സലിനുള്ള പോസിബിലിറ്റി കണ്ടീഷണൽ അസൈൻമെൻറ്റിലേ ഉള്ളൂ. ആബ്സലൂട്ട് അസൈൻമെൻറ്റിൽ റിവേർഷൻ ഇല്ല. സോ നോർമലി അസൈൻമെൻറ്റ് ഇസ് ഇർറിവോക്കബിൾ എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് കണ്ടീഷണൽ അസൈൻമെൻറ്റ്. നോമിനേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, പോളിസി മെച്ചുവർ ആവുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും നോമിനീസിനെ ഓൾട്ടർ ചെയ്യാം, മോഡിഫൈ ചെയ്യാം, റിമൂവ് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം, പുതിയ ആൾക്കാരെ ആഡ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഇറ്റ് ഈസ് റിവോക്കബിൾ എനി ടൈം ബിഫോർ മെച്യൂരിറ്റി. മെച്യൂരിറ്റി ആവുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. ദെൻ കൺസിഡറേഷൻ. ഇൻ ദ കേസ് ഓഫ് അസൈൻമെൻറ്റ് ഇറ്റ് മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ എക്സെപ്റ്റ് ഫോർ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. നോമിനേഷനിൽ അങ്ങനെ ഒരു കൺസിഡറേഷൻ ഇല്ല. അസൈൻമെൻറ്റിൽ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ, ഗ്രാൻഡ് പേരൻറ്റ് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സണ്ണിന് വേണ്ടിയിട്ട് പോളിസി എടുക്കുന്നു, എന്നിട്ട് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോളിസി ഗ്രാൻഡ് സണ്ണിൻ്റെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് ഔട്ട് ഓഫ് ലവ് ആൻഡ് അഫെക്ഷനാണ്. ഇനി അതൊരു തേർഡ് പാർട്ടിക്കാണെങ്കിൽ അദ്ദേഹം ഒരു കൺസിഡറേഷൻ മേടിച്ചിട്ടായിരിക്കും ഈ പോളിസി ട്രാൻസ്ഫർ ചെയ്യുന്നത്, ലീഗലായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നോമിനേഷനിൽ അങ്ങനെ യാതൊരു തരത്തിലുള്ള കൺസിഡറേഷനും സാധാരണ നമ്മൾ കൊടുക്കാറില്ല. ദറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. വിറ്റ്നസ്. ഫോർ ആൻ അസൈൻമെൻറ്റ് ടു ബി വാലിഡ് ഇറ്റ് മസ്റ്റ് ബി വിറ്റ്നസ്ഡ്. വിറ്റ്നസ് ഉണ്ടായിരിക്കണം. നോമിനേഷന് വിറ്റ്നസിൻ്റെ ആവശ്യം ഇല്ല. റൈറ്റ് ടു സ്യൂ. ആൻ അസൈനി ഹാസ് ഓൾ ദി റൈറ്റ് ടു സ്യൂ അണ്ടർ ദി പോളിസി. നോമിനിക്കുണ്ടോ? നോമിനി ഹാസ് നോ റൈറ്റ് ടു സ്യൂ. റൈറ്റ് ടു സ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് കേസ് കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് കേസ് കൊടുക്കാനുള്ളൊരു എന്തെങ്കിലും കാര്യത്തിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വയലേറ്റ് ചെയ്യുന്നൊരു സാഹചര്യം വരുമ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കെതിരായിട്ടൊരു കേസ് കൊടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസൈൻമെൻറ്റിൽ സാധിക്കും. കാരണം അസൈനിയാണ് ഓണർ, അദ്ദേഹത്തിന് എല്ലാ റൈറ്റും ഉണ്ട്. നോമിനേഷനിൽ നോമിനിക്ക് ഒരു റൈറ്റും ഇല്ല കമ്പനിക്കെതിരായിട്ട് സ്യൂ ചെയ്യാൻ. മൈനർ. ഇഫ് ആൻ അസൈനി ഈസ് എ മൈനർ എ ഗാർഡിയൻ വിൽ ബി അപ്പോയിൻറ്റഡ് ഫോർ ദി അസൈനി. അസൈനിക്ക് വേണ്ടിയിട്ട് ഒരു ഗാർഡിയൻ ഉണ്ടാവും. ഇനി നോമിനേഷൻ ആണെങ്കിൽ നോമിനി മൈനർ ആകുന്ന സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞു ഒരു അപ്പോയിൻറ്റിയെ വെക്കാറുണ്ട്. അത് ഗാർഡിയൻ ആവണം നിർബന്ധമൊന്നുമില്ല. ഇഫ് എ നോമിനി ഈസ് എ മൈനർ, അപ്പോയിൻമെൻറ്റ് ഓഫ് ആൻ അപ്പോയിൻറ്റി ഈസ് റിക്വയർഡ്. ഇനി ഡെത്ത് സംഭവിക്കുന്ന കേസിൽ ഇഫ് എ കണ്ടീഷണൽ അസൈനി ഡൈസ്. കണ്ടീഷണൽ അസൈൻമെൻറ്റിൽ നമ്മൾ പറഞ്ഞു ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ അസൈൻമെൻറ്റ് നടക്കുകയുള്ളൂ. ഇഫ് എ കണ്ടീഷണൽ അസൈനി ഡൈസ് ദ റൈറ്റ് അണ്ടർ ദ പോളിസി റിവേർട്ട് ടു ദി ലൈഫ് അഷ്വേർഡ്. അതായത് റിവേഴ്സ് ചെയ്യുന്നു. ദ പോളിസി വിൽ റിവേർട്ട് ബാക്ക്. ഇഫ് ആൻ അബ്സല്യൂട്ട് അസൈനി ഡൈസ് all the rights under the policy goes to the legal representatives of the assignee.
അബ്സല്യൂട്ട് അസൈനിയാണ് മരിക്കുന്നതെങ്കിൽ പോളിസി പോകുന്നത് ലീഗലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ അടുത്തേക്കാണ്. ഇത് റിവേഴ്സൽ നടക്കുന്നില്ല. ഇറ്റ് വിൽ ബി ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി അസൈനി. ഇനി നോമിനി മരിക്കുകയാണെങ്കിൽ നോമിനേഷൻ ഇൻഎഫക്റ്റീവ് ആണ്. കാരണം നോമിനിക്ക് വേറെ ആരിലേക്കൊന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല, അതിനുള്ള റൈറ്റ് അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് തന്നെ നോമിനേഷൻ പിന്നെ ഇൻഇഫക്റ്റീവായിട്ടാണ് സംഭവിക്കുന്നത്. ക്രെഡിറ്റേഴ്സ് ഓഫ് അസൈനർ cannot attach the property in the policy. അതേസമയം നോമിനേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് ഓഫ് ദി ലൈഫ് അഷ്വേർഡ് ക്യാൻ അറ്റാച്ച് ദി പ്രോപ്പർട്ടി ഇൻ ദി പോളിസി. അപ്പോൾ അസൈൻമെൻറ്റിൽ ക്രെഡിറ്റേഴ്സിന് പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാൻ സാധിക്കുകയില്ല, നോമിനേഷനിൽ അത് സാധിക്കും. എക്സിക്യൂഷൻ. അസൈൻമെൻ്റ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആക്ടിൻ്റെ 1938 പ്രൊവിഷൻസ് ബേസ് ചെയ്തിട്ടുള്ളതല്ല. സോ ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് അക്കോർഡിംഗ്സ് ടു ദി ഇൻഷുറൻസ് ആക്ട് ഓഫ് 1938. നോമിനേഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 39 ഓഫ് ദി ഇൻഷുറൻസ് ആക്ട് പ്രകാരമാണ് നോമിനേഷൻ നടത്തുന്നത്. ടൈം ഓഫ് എക്സിക്യൂഷൻ. പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും അസൈൻമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നോമിനേഷൻ നമ്മൾ ചെയ്യുന്നത് അറ്റ് ദ ടൈം ഓഫ് പ്രപ്പോസലാണ്. അപ്പോൾ അസൈൻമെൻറ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന എപ്പോഴാണ്? ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഓൺലി ആഫ്റ്റർ ദി പ്രപ്പോസൽ ഈസ് ആക്സെപ്റ്റഡ് ബൈ ദി ഇൻഷുറർ ആൻഡ് ദ പോളിസി ഡോക്യുമെൻ്റ് ഈസ് ഇഷ്യൂഡ്. പ്രപ്പോസൽ ഇൻഷുറൻസ് കമ്പനി അക്സെപ്റ്റ് ചെയ്യുകയും പോളിസി ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം മാത്രമേ അസൈൻമെൻറ്റ് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതേസമയം നോമിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രപ്പോസൽ ഫോം കൊടുക്കുന്ന സമയത്ത് തന്നെ നോമിനിയെ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. സോ അത് വളരെ ഏർലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. കൺസെൻറ്റ്. ഇൻ ദ കേസ് ഓഫ് അസൈൻമെൻറ്റ് കൺസെൻറ്റ് ഓഫ് ദി അസൈനി ഈസ് പ്രിസ്യൂംഡ്. കൺസെൻറ്റ് ഉണ്ടെന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ അസൈൻമെൻറ്റ് നടത്തുന്നത്. ഇനി നോമിനേഷനിൽ കൺസെൻറ്റിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോമിനിയുടെ കൺസെൻറ്റ് ആവശ്യമേ ഇല്ല. ദ കൺസെൻറ്റ് ഓഫ് ദി നോമിനി ഈസ് നോട്ട് റിക്വയർഡ്. ട്രാൻസ്ഫർ ഓഫ് റൈറ്റ്. അസൈനി ക്യാൻ ട്രാൻസ്ഫർ ഓർ അസൈൻ ദി ഇൻഷുറൻസ് പോളിസി ടു അനദർ പേഴ്സൺ. നോമിനി കനോട്ട് നോമിനേറ്റ് എനിവൺ എൽസ്. ഞാൻ തന്നെ ഒരു നോമിനിയാണ്, എനിക്ക് എങ്ങനെയാണ് വേറൊരാളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അതൊരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ അസൈൻമെൻറ്റിൽ ഈ റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നോമിനേഷനിൽ നോമിനി കനോട്ട് നോമിനേറ്റ് അനദർ പേഴ്സൺ. അപ്പോൾ ഈ 15 ഡിഫറൻസസ് ആണ് അസൈൻമെൻറ്റിനെയും നോമിനേഷനെയും വ്യത്യസ്തമാക്കുന്നത്. ഓക്കെ, 2 more points to be discussed. One is surrender of life insurance policy. LIP എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്. സറണ്ടർ ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ വോളണ്ടറി ടെർമിനേഷൻ ആണ്. അതായത് ഇറ്റ് ഈസ് ദി കംപ്ലീറ്റ് വിഡ്രോവൽ ഓഫ് ടെർമിനേഷൻ ഓഫ് ദി എൻറ്റയർ പോളിസി. സറണ്ടർ ഈസ് ദി വോളണ്ടറി ടെർമിനേഷൻ ബൈ ദി പോളിസി ഹോൾഡർ. ഏതെങ്കിലും സാഹചര്യത്തിൽ ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ പ്രീമിയം അടയ്ക്കുവാൻ പോളിസി ഹോൾഡർ ക്രൈസിസ് ഫേസ് ചെയ്യുന്നു, അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. കഴിഞ്ഞ 20 വർഷത്തേക്ക് എടുത്തിരിക്കുന്ന പോളിസിയാണ്. 10-12 വർഷം അദ്ദേഹം കൃത്യമായിട്ട് പ്രീമിയം തുക അടച്ചു. പക്ഷേ മുമ്പോട്ട് പ്രീമിയം അടയ്ക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതെ വരുന്നു എന്നുള്ള വസ്തുത അദ്ദേഹം മനസ്സിലാക്കുന്നു. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ഇനിയുള്ള 12 വർഷം കൃത്യമായിട്ട് പ്രീമിയം അടച്ചു, 8 വർഷം കൊണ്ട് ഇനി അടയ്ക്കാനുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ ജീവിത സാഹചര്യം വെച്ചുകൊണ്ട് മുമ്പോട്ട് ഈ പ്രീമിയം തുക അടയ്ക്കാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല എന്ന ബോധ്യം പോളിസി ഹോൾഡർക്കുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വോളണ്ടറിലി ഈ ഇൻഷുറൻസ് പോളിസി ടെർമിനേറ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ സറണ്ടർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദി വോളണ്ടറി ടെർമിനേഷൻ ഓഫ് ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്ട് ബൈ ദി പോളിസി ഹോൾഡർ. അപ്പോൾ അതിൻ്റെ ഇനീഷ്യേറ്റീവ് ആരെടുക്കണം? കമ്പനിയല്ല എടുക്കുന്നത്. അതിൻ്റെ ഇനീഷ്യേറ്റീവ് ഇൻഷുവേർഡ് ആയിട്ടുള്ള പോളിസി ഹോൾഡർ തന്നെയാണ് എടുക്കുന്നത്. കാരണം അദ്ദേഹം മനസ്സിലാക്കുകയാണ് എനിക്ക് മുമ്പോട്ട് ഈ പ്രീമിയം അടയ്ക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഈ പോളിസിയെ നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് മുമ്പിലേക്ക് സറണ്ടർ ചെയ്യുന്നത്. സോ ദ എമൗണ്ട് പേയബിൾ ഓൺ സറണ്ടർ ഇസ് കോൾഡ് സറണ്ടർ വാല്യൂ, SV.
ഇനി ഈ എമൗണ്ട് ഓഫ് സറണ്ടർ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ആക്ച്വൽ പ്രീമിയം പെയ്ഡ് ആൻഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ദ പോളിസി വാസ് ഇൻ ഫോഴ്സ്. ഇപ്പോൾ കൂടുതൽ വർഷത്തേക്ക് പോളിസി ഇഫക്റ്റീവായിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സറണ്ടർ വാല്യൂ കൂടുതലാണ് അല്ലേ. ഇപ്പം നമ്മൾ 20 വർഷത്തെ പോളിസി 5 വർഷം കൊണ്ട് സറണ്ടർ ചെയ്യുന്നതും 15 വർഷം കൊണ്ട് സറണ്ടർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ 15 വർഷമായിരിക്കുമല്ലോ നമുക്ക് കൂടുതൽ വാല്യൂ കിട്ടുന്നത്. കാരണം അത്രയും വർഷം നമ്മൾ കൂടുതൽ പ്രീമിയം അടച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും നമ്മുടെ സറണ്ടർ വാല്യൂയിലും ഉണ്ടാവും. കാരണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആ കാൽക്കുലേഷൻ നോക്കിയാൽ മതി. നമ്പർ ഓഫ് പ്രീമിയം പെയ്ഡ് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ് ദ പോളിസി വാസ് ഇൻ ഫോഴ്സ്. ഇനി കൂടുതൽ വർഷത്തേക്ക് നമ്മൾ പോളിസി എഫക്റ്റീവായിട്ടുണ്ടായിരുന്നു, അതായത് പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ ദ സറണ്ടർ വാല്യൂ വുഡ് ബി മോർ. പിന്നെ സറണ്ടർ ചെയ്യുന്ന ഓപ്ഷൻ വരണമെന്നുണ്ടെങ്കിൽ കമ്പനി അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഒരു കാര്യം പറയും. മിനിമം ഇത്രയും വർഷമെങ്കിലും പോളിസി ഇഫക്റ്റീവായിട്ടുണ്ടെങ്കിൽ മാത്രമേ സറണ്ടർ വാല്യൂ എന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ സറണ്ടർ എന്നുള്ള ഓപ്ഷൻ ഈ പോളിസിക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പോളിസി ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ കമ്പനി ഉൾപ്പെടുത്തുന്നതാണ്. കാരണം അവർ പറയും മിനിമം ഇത്ര വർഷത്തെ പ്രീമിയം എങ്കിലും അടച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ സറണ്ടർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ദിസ് സറണ്ടർ വാല്യൂ വിൽ ബി പബ്ലിഷ്ഡ് ബൈ ഇൻഷുറൻസ് കമ്പനീസ് either in their prospectus or it will be mentioned in the policy conditions. അപ്പോൾ ഈ സറണ്ടർ വാല്യൂ ഇത്ര പ്രീമിയം തുക അടച്ചിട്ട് ഇത്ര വർഷം കൊണ്ട് നിങ്ങൾ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും എന്നുള്ളത് അവരുടെ പ്രോസ്പെക്ടസിലോ അല്ലെങ്കിൽ പോളിസി കണ്ടീഷൻസിലോ അവർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നതാണ്. സം ഇൻഷുറൻസ് കമ്പനീസ് അനൗൺസ് ഗ്യാരണ്ടീഡ് സറണ്ടർ വാല്യൂ വിച്ച് മേ ബി എ സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ദി പ്രീമിയം പെയ്ഡ്. അപ്പോൾ അവർ ചില കമ്പനി പറയും നിങ്ങൾ ഇത്ര പ്രീമിയം അടച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങൾക്ക് ഇത്ര സറണ്ടർ വാല്യൂ കിട്ടിയിരിക്കും എന്നുള്ളത് അവർ ചില ഇൻഷുറൻസ് കമ്പനികൾ ഡിക്ലെയർ ചെയ്യാറുമുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. ഗ്യാരണ്ടീഡ് സറണ്ടർ വാല്യൂ ബേസ്ഡ് ഓൺ ടോട്ടൽ പ്രീമിയംസ് പെയ്ഡ്. അപ്പോൾ പോളിസി ഇയറിൻ്റെ നിങ്ങൾക്ക് കാണാം, അതുപോലെ തന്നെ പ്രീമിയം പേയ്മെൻറ്റിൻ്റെയും ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗ്യാരണ്ടീഡിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് പെർസെൻറ്റേജിലാണ് ആ ഫിഗേഴ്സ് വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പോളിസി ഇയർ 2ാമത്തെ വർഷമൊക്കെ ആണെങ്കിൽ 0 ആണല്ലേ. കറസ്പോണ്ടിങ് ടു 12 or 35 ദ വാല്യൂ ഈസ് 0. അതായത് 2 വർഷം എന്ന് പറയുന്നത് 2 വർഷത്തിനുള്ളിൽ നമ്മൾ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ ഒന്നും കിട്ടുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇനി അത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അല്ലെങ്കിൽ 30%, 50%, 57%, 65%, 72%, 80% വരെയൊക്കെയാണ് മാക്സിമം സറണ്ടർ വാല്യൂ വന്നിരിക്കുന്നത്. അത് ആ വർഷം അനുസരിച്ചിട്ട് അത് ഡിഫറെൻ്റ് ആണ്. പ്രീമിയത്തിൻ്റെ പേയ്മെൻറ്റ് അനുസരിച്ചിട്ടും അത് ഡിഫറെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് ഈ സറണ്ടർ വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ അവരുടെ പ്രോസ്പെക്ടസിലോ അല്ലെങ്കിൽ പോളിസി കണ്ടീഷൻസിലോ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ആൻഡ് ഫൈനലി, ഫോർക്ലോഷർ ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി. ഫോർക്ലോഷർ അവിടെ തന്നെ വ്യക്തമാണ്. നമ്മൾ ബിഫോർ ഹാൻഡായിട്ട് ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസിയെ ക്ലോസ് ചെയ്യുന്നു. അതായത് മെച്യൂരിറ്റി പീരീഡ് ആകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇൻഷുറൻസ് പോളിസി ക്ലോസ് ചെയ്യുന്നു. ഇതിനെയാണ് ഫോർക്ലോഷർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലോസിംഗ് ദ പോളിസി ബിഫോർ ഇറ്റ്സ് ആക്ച്വൽ മെച്യൂരിറ്റി. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് റൈറ്റിംഗ് ഓഫ് ദ പോളിസി ബിഫോർ ഇറ്റ്സ് ആക്ച്വൽ മെച്യൂരിറ്റി. ഇനി ഇത് എന്താണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇഫ് ദി എമൗണ്ട് ഇൻ എ പോളിസി ഹോൾഡേഴ്സ് അക്കൗണ്ട് fall below the minimum stipulated amount, the insurance company may at any time foreclose and terminate the policy. നമുക്കറിയാം, ഈ ഇൻഷുറൻസ് പോളിസിയിലുള്ള സം അഷ്വേർഡിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതൊരു കൊളാട്രലായിട്ട് കൊടുത്തുകൊണ്ട് ലോൺ എടുക്കാവുന്ന ഓപ്പർച്യൂണിറ്റിയെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പോളിസി ഹോൾഡറിൻ്റെ അക്കൗണ്ടിലുള്ള പൈസ
ഇൻഷുറൻസ് കമ്പനി പ്രിസ്ക്രൈബ് ചെയ്യുന്ന മിനിമം എമൗണ്ടിനേക്കാൾ താഴെ പോയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്ക് ഈ പോളിസി ഫോർക്ലോഷർ നടത്തി ടെർമിനേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ സറണ്ടർ എന്ന് പറയുന്നത് പോളിസി ഹോൾഡറിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്, നമ്മൾ കണ്ടു. ഫോർക്ലോഷർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു ഇനീഷ്യേറ്റീവാണ്. അത് ഏത് സാഹചര്യത്തിലാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. വെൻ എ ലോൺ ഈസ് ഗ്രാൻറ്റഡ് അണ്ടർ എ പോളിസി, the assured has a choice to pay the interest or allow it to accumulate so that the amount can be adjusted from the claim amount when it is made. അപ്പോൾ നമ്മൾ ഈ ഇൻഷുറൻസ് പോളിസിയുടെ സം അഷ്വേർഡിൻ്റെ ബേസിസിൽ ലോൺ എടുക്കുകയാണ്. ലോൺ എടുക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം ലോണിന് നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കണം. അപ്പോൾ ഒന്നെങ്കിൽ ആ ഇൻട്രസ്റ്റ് നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് കൂട്ടിക്കൂട്ടി വന്ന് പോളിസി പീരീഡിൻ്റെ ബേസിസിൽ ആ എമൗണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് അക്യുമുലേറ്റ് ചെയ്ത് വന്ന് അത് ക്ലെയിം എമൗണ്ടിനോട് അഡ്ജസ്റ്റ് ചെയ്ത്, ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ ക്ലെയിമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഇൻഷുറൻസ് പോളിസിയുടെ ക്ലെയിം, അത് ഒരു കൊളാട്രലായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ ലോൺ എടുക്കുന്നു, 5 ലക്ഷം രൂപയുടെ ലോൺ എടുക്കുന്നു. ആ ലോൺ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ 10% പലിശ, അതായത് 50,000 രൂപ. അപ്പോൾ 10 വർഷത്തേക്കാണെങ്കിൽ 50,000 വെച്ച് സിമ്പിൾ ഇൻട്രസ്റ്റ് 10 വർഷത്തേക്ക് 5 ലക്ഷം രൂപ. അപ്പോൾ നമ്മൾ പറയും, നമ്മൾ ക്ലെയിം മെച്യൂർ ആകുന്ന സമയത്ത് നിങ്ങൾ 10 ലക്ഷം ഇങ്ങോട്ട് തരണ്ട, 10 ലക്ഷത്തിനകത്ത് 5 ലക്ഷം രൂപ ഇൻട്രസ്റ്റും കൂടെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ് ആയിട്ടുള്ള 5 lakh റുപ്പീസ് തന്നാൽ മതി. ആ ഒരു സാഹചര്യമാണ് നമ്മൾ ഈ ഒരു ലോൺ എടുക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇനി ഇത് പോസിബിൾ ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മൾ റെഗുലറായിട്ട് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കണം. പോളിസി ഇഫക്റ്റീവായിട്ട് ആ പീരീഡിൽ മുഴുവൻ ഉണ്ടാവുകയും വേണം, അല്ലേ? കാരണം നമ്മൾ ഇറഗുലറായിട്ട് പ്രീമിയം അടയ്ക്കുന്നില്ലാതെ വരുന്ന സാഹചര്യത്തിലൊന്നും ഇത് സംഭവിക്കുകയില്ല. കാരണം പോളിസി ലാപ്സ് ആവുമല്ലോ അങ്ങനെ വരുമ്പോൾ. ഇത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ദ പ്രീമിയംസ് ഹാവ് ടു ബി പെയ്ഡ് റെഗുലർലി ആൻഡ് ദ പോളിസി റിമെയിൻസ് ഇൻ ഫോഴ്സ്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രീമിയം പേ ചെയ്യുന്നതിൽ ഡിഫോൾട്ട് വരുത്തുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഇങ്ങനൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് പോസിബിലിറ്റി ഇല്ല. If insured in default in paying the premium amount and the surrender value is not adequate to recover the arrears of loan and interest, the insurance company may resort to foreclosure of the policy. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇൻഷുറൻസ് കമ്പനി നിർബന്ധിതരാവുന്നത് ഈ പോളിസി ഫോർക്ലോസ് ചെയ്യണമെന്നുള്ളത്. അതായത് പോളിസി ഹോൾഡർ അദ്ദേഹം കൃത്യമായിട്ട് പ്രീമിയം അടയ്ക്കുന്നില്ല, അതിൻ്റെ ഒപ്പം തന്നെ അവർ സറണ്ടർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പെൻഡിങ് ആയിട്ടുള്ള ലോണ് അതിൻ്റെ ഇൻട്രസ്റ്റ് എമൗണ്ടും എല്ലാം കൂടി കൂട്ടുമ്പോഴത്തേക്കും ആ സറണ്ടർ വാല്യൂവിനേക്കാൾ ആ എമൗണ്ട് കൂടിപ്പോവുകയും ഈ ഒരു പോയിന്റിൽ സറണ്ടർ ചെയ്താൽ പോലും ആ എമൗണ്ട് റിക്കവർ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാകുന്ന ഒരു അവസരത്തിലാണ് ഇൻഷുറൻസ് കമ്പനി ഫോർക്ലോഷറിലേക്ക് പോകുന്നത്. ഇനി ഈ സമയത്ത് ഫോർക്ലോഷറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചില കമ്മ്യൂണിക്കേഷൻ ഇൻഷുറൻസ് കമ്പനിയും പോളിസി ഹോൾഡറും തമ്മിലുണ്ടാവും. ദ പോളിസി ഹോൾഡർ വിൽ ബി ആസ്ക്ഡ് ടു പേ ദ അരിയേഴ്സ് ഓഫ് ലോൺ ആൻഡ് ഇൻട്രസ്റ്റ് ബിഫോർ ഫോർക്ലോഷർ. അരിയറും അതുപോലെ തന്നെ ഇൻട്രസ്റ്റും ആയിട്ടുള്ള എമൗണ്ടുകളെല്ലാം പേ ചെയ്യാൻ പോളിസി ഹോൾഡറിനോട് ഇൻഷുറൻസ് കമ്പനി ആവശ്യപ്പെടും. ഇനി ഒരു ഫോർക്ലോസ് ചെയ്ത പോളിസി വീണ്ടും നമ്മൾ റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് വീണ്ടും തിരികെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ the outstanding loan interest has to be paid in full and a satisfactory evidence of continued good health is provided. അപ്പോൾ ഫോർക്ലോസ്ഡ് പോളിസിയെ റിവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലോൺ എമൗണ്ട് എത്രയാണോ, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണോ അതെല്ലാം കൂടി നമ്മൾ തിരിച്ച് പേ ചെയ്യണം. ഒപ്പം നമ്മുടെ ശാരീരികമായിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻ സാറ്റിസ്ഫാക്ടറി ആണെന്നുള്ളൊരു തോന്നലും കൂടി അവർക്കുണ്ടാവണം. അതിനുവേണ്ട ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇനി if the reinstatement of a foreclosed policy is not permitted, ചില സാഹചര്യത്തിൽ ഈ ഫോർക്ലോസ് ചെയ്ത പോളിസിയെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് ദി റിമൈനിങ് സറണ്ടർ വാല്യൂ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ദ ലോൺ ആൻഡ് ഇൻട്രസ്റ്റ്
ഈസ് പെയ്ഡ് ടു ദി പോളിസി ഹോൾഡർ. അപ്പോൾ ഫോർക്ലോസ് ചെയ്ത പോളിസി റിവൈവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ലാതെ വരുമ്പോൾ സറണ്ടർ വാല്യൂവിൽ നിന്നും ലോൺ എമൗണ്ടും ഇൻട്രസ്റ്റ് എമൗണ്ടും കുറച്ചിട്ട് ബാക്കിയുള്ള തുക പോളിസി ഹോൾഡറിന് പേ ചെയ്യുന്നു. പിന്നെ ഫോർക്ലോസ് ചെയ്ത പോളിസിക്ക് പിന്നെ ഒരു കാരണവശാലും നോമിനേഷൻ ഫെസിലിറ്റി ഉണ്ടാവുന്നതല്ല. നോമിനേഷൻ സീസസ്, അതായത് ഇറ്റ് വിൽ സ്റ്റോപ്പ് വൺസ് എ പോളിസി ഹാസ് ബീൻ ഫോർക്ലോസ്ഡ്. If the insured dies before the payment of the remaining surrender value, the amount is payable to the legal representatives and not to the nominee. ഇപ്പം നോമിനേഷൻ എന്നുള്ള ഫോർക്ലോസ് ചെയ്ത പോളിസിക്ക് പിന്നെ നോമിനേഷൻ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവത്തില്ല. എന്തെങ്കിലും തുക ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നോമിനിക്കല്ല പോകുന്നത്, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദി ഇൻഷുർഡിനായിരിക്കും ആ എമൗണ്ട് പോകുന്നത്. സോ ലൈഫ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റ് അതർ ടൈപ്സ് ഓഫ് നോൺ ലൈഫ് ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളെ പറ്റിയാണ്. അതായത് ഫയർ ഇൻഷുറൻസും മറൈൻ ഇൻഷുറൻസും കാർഗോ, ബർഗ്ലറി ഇൻഷുറൻസ്, അങ്ങനെയൊക്കെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസിനെ പറ്റിയാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം, റീ ഇൻഷുറൻസ് തുടങ്ങിയവ. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഫോർക്ലോഷർ ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോൺ ലൈഫ് ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ജനറൽ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടാണ്. ഓക്കെ, താങ്ക് യു.